ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള PSC എക്സാം ടോപ്പർ. കേരള PSC എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് ഈ വരുന്ന LDC LGS പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ് ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. ആദ്യമേ റിക്വസ്റ്റ്, ഇതുവരെ കേരള PSC എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2 ആണ്. ഏതു രാസവസ്തുവാണ് അജിനോമോട്ടോ എന്നറിയപ്പെടുന്നത്? അതായത് അജിനോമോട്ടോയുടെ രാസനാമമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് അജിനോമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് അജിനോമോട്ടോയുടെ രാസനാമം. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകമാണ് മെർക്കുറി. മെർക്കുറിയാണ് ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം. കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏത് രാസവസ്തുവാണ് അജിനോമോട്ടോ എന്നറിയപ്പെടുന്നത്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം മെർക്കുറിയാണ്. മെർക്കുറിയാണ് ക്യുക്ക് സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം. നമുക്ക് അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയ വർഷമാണ് 1989, 1989. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയ വർഷമാണ് 1989. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യൻ ശക്തി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. JB കൃപലാനി ആയിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ്. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് മഹാബലേശ്വർ കുന്നുകൾ. മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത്? നർമ്മദ നദിയിലാണ്. ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത്? നർമ്മദ നദിയിലാണ്. ഒഡീഷയിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമാണ് ചാന്ദിപ്പൂർ. ഒഡീഷയിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്നത് ചാന്ദിപ്പൂർ എന്ന പേരിലാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം മഹാബലേശ്വർ കുന്നുകളാണ്. സാർക്കിന്റെ ആദ്യ ഉച്ചകോടിക്ക് വേദിയായ നഗരം ധാക്കയാണ്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലായിരുന്നു സാർക്കിന്റെ ആദ്യ ഉച്ചകോടിക്ക് വേദിയായത്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന പ്രദേശം. ഉറി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ധലം നദിയിലാണ് ഉറി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഉറി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ധലം നദിയിലാണ്. സാർക്കിന്റെ ആദ്യ ഉച്ചകോടിക്ക് വേദിയായത് ധാക്കയാണ്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഉറി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ധലം നദിയിലാണെന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. ചേരിചേര പ്രസ്ഥാനം നിലവിൽ വരാൻ കാരണമായ സമ്മേളനമാണ് ബന്ധൂങ് സമ്മേളനം. ഇന്തോനേഷ്യയിൽ 1955 നടന്ന ബന്ധൂങ് സമ്മേളനമായിരുന്നു ചേരിചേര നാം പ്രസ്ഥാനം നിലവിൽ വരാൻ കാരണമായ സമ്മേളനമാണ് ബന്ധൂങ് സമ്മേളനം. ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന 1955 നടന്ന ബന്ധൂങ് സമ്മേളനമാണ് ചേരിചേര പ്രസ്ഥാനം നിലവിൽ വരാൻ കാരണമായ സമ്മേളനം. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന വിഷയം ഇന്ത്യ വിഭജനമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന വിഷയം ഇന്ത്യ വിഭജനമാണ്. ഇന്ത്യ ഇൻഡിപെൻഡൻസിനോടനുബന്ധിച്ച് ഇന്ത്യ വിഭജനമാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന വിഷയം. സൂർ വംശസ്ഥാപകനായ ഷേർഷാ സൂരിയുടെ യഥാർത്ഥ നാമം ഫരീദ് ഖാൻ എന്നാണ്. സൂർ സ്ഥാപകനായ ഷേർഷാ സൂരിയുടെ യഥാർത്ഥ നാമമാണ് ഫരീദ് ഖാൻ. ശിലാഹൃദയം എന്ന ശൈലിയുടെ അർത്ഥം
കടുത്ത മനസ്സുള്ളവൻ, അതായത് കടുകട്ടി മനസ്സുള്ളവനെയാണ് ശിലാഹൃദയം. ശില എന്ന് പറയുന്നത് കല്ല് പോലെയുള്ള ഹൃദയം എന്ന് പറയുന്നതാണ്. കടുത്ത മനസ്സുള്ള ആളെയാണ് ശിലാഹൃദയം എന്ന പേരിൽ പറയപ്പെടുന്നത്. സർക്കാർ സേവനം ജനങ്ങളിലേക്ക് അവകാശമാകുന്ന സേവന അവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1 സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന സേവന അവകാശമാകുന്ന അവകാശം നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1 കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാറാണ്. ആലപ്പുഴ ജില്ലയിലെ വയലാറാണ് കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാറാണ്. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല. 2016 ഏപ്രിൽ 5 സമ്പൂർണ്ണ മദ്യനിരോധനം നിലയിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. 2016 ഏപ്രിൽ 5 സമ്പൂർണ്ണ മദ്യനിരോധനം നിലയിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണെന്ന് ഓർത്തിരിക്കുമല്ലോ. നർമ്മദയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി. ആരാച്ചാർ എന്ന മലയാള നോവൽ എഴുതിയത് KR മീരയാണ്. KR മീരയാണ് ആരാച്ചാർ എന്ന മലയാള നോവൽ രചിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ പഞ്ചായത്ത് സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ പഞ്ചായത്ത് സംസ്ഥാനം. മണ്ണിനടിയിൽ ഫലം ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണ്? നിലക്കടല. മണ്ണിനടിയിൽ ഫലം ഉൽപ്പാദിപ്പിക്കുന്ന സസ്യമാണ് നിലക്കടല. ആരാച്ചാർ എന്ന മലയാള നോവൽ രചിച്ചത് KR മീരയാണ്. ഇന്ത്യയിലെ ആദ്യ ഈ പഞ്ചായത്ത് സംസ്ഥാനമാണ് പഞ്ചാബ്. മണ്ണിനടിയിൽ ഫലം ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം നിലക്കടലയാണെന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. നിലക്കടല. അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങളെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളെയാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. സൗരയൂഥ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കോർപ്പർ നിക്കസ് ആണ് സൗരയൂഥത്തിന്റെ ഉപജ്ഞാതാവ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളെയാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിനെയാണ്. സൗരയൂഥ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കോപ്പർ നിക്കസ് ആണെന്ന് ഓർക്കുമല്ലോ. 1000 തടാകങ്ങളുടെ രാജ്യം എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡാണ്. 1000 തടാകങ്ങളുടെ രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ വില്യം റോഡ്ജൻ ആണ്. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം റോഡ്ജൻ. ശ്രീബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ സ്ഥലമാണ് കുശിനഗർ. ശ്രീബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ സ്ഥലമാണ് കുശിനഗർ. 1000 തടാകങ്ങളുടെ രാജ്യം ഫിൻലാൻഡാണ്. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം റോഡ്ജൻ. ശ്രീബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ സ്ഥലമാണ് കുശിനഗർ. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 900 മീറ്ററാണ്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരമാണ് 900 മീറ്റർ. ISO സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബാങ്ക് കാനറ ബാങ്കാണ്. ISO സർട്ടിഫിക്കറ്റ് നേടിയ ഇന്ത്യൻ ബാങ്ക് കാനറ ബാങ്കാണ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതം പറമ്പിക്കുളമാണ്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൽ ശരാശരി ഉയരമാണ് 900 മീറ്റർ. ISO സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് കാനറ ബാങ്ക്. ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതിയത് P കേശവദേവാണ്. ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതിയത് P കേശവദേവാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി.
ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതിയത് പി കേശവദേവാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി സിയാച്ചിനാണ്. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ.